തോമസ് ലീഹയെ സംശയിക്കുന്ന തോമ എന്നും വിളിക്കപ്പെടുന്നുണ്ട്. തോമസ് ലീഹയെ മറ്റു ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് സംശയം സ്വഭാവമുള്ളത് തോമസ് ലീഹ. യോഹന്നാൻ 20-ാം അധ്യായം 24-ാം വാക്യം തൊട്ടിട്ടുള്ള വചനത്തിൽ പറയുന്നുണ്ട്, തോമസ് ലീഹയ്ക്ക് യേശുവിൻ്റെ രൂപാന്തരത്തെ കുറിച്ച് ആദ്യം വിശ്വസിച്ചിരുന്നില്ല. തോമസ് ലീഹയ്ക്ക് ഒരു സംശയമായിരുന്നു. പിന്നീട് തോമസ് ലീഹ വിശ്വസിച്ചിരുന്നത് യേശുവിൻ്റെ മുറിവുകൾ തൊട്ട് അല്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രമേ തോമസ് ലീഹ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിശ്വാസ പ്രഖ്യാപനമാണ്. തോമസ് ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു വചനമാണ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ. അത് തന്നെ പറയുന്നുണ്ട് തോമസ് ലീഹയുടെ വിശ്വാസത്തെ കുറിച്ചിട്ട്. ആ ശക്തമായ വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് തോമസ് ലീഹ ഭാരതത്തിലെ എല്ലാവർക്കും വിശ്വാസം പ്രചരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പ്രത്യേകതയാണ് മിഷണറി പ്രവർത്തനം. മിഷണറി പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലും മറ്റ് മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിലൊക്കെ തോമസ് ലീഹ വചനം പ്രഘോഷിക്കുകയും അവരെ ഈശോയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാരണങ്ങളൊക്കെയാണ് തോമസ് ലീഹയെ മറ്റുള്ള ശിഷ്യന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്.